ഹേ ഗൈസ്, അപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കവർ ഇമേജ്, അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു കിഡിലൻ കവർ ഇമേജ് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് എഫക്ട്സും കാര്യങ്ങളും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതുപോലെ അതിൻ്റെ ടെക്സ്റ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ. സോ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഞാനപ്പോൾ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ റീൽസിന്റെ റേഷ്യോ പറയുമ്പോൾ ഫുൾ സ്ക്രീൻ ആണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുകയാണ് ഫുൾ സ്ക്രീനിൽ. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വരാം. നിങ്ങൾ ആരുടെ വീഡിയോ ആണോ ക്രിയേറ്റ് ചെയ്തത്, മീൻസ് അവരുടെ ഒരു ഫോട്ടോ ഒന്ന് ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ ആ ഫോട്ടോ തന്നെ ഒന്ന് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയുന്നത്. ദെൻ ആ ഒരു പിക്ക് സെലക്ട് ചെയ്യുക, അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരിക, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസിൽ വന്നിട്ട് ഒന്നിക്കൽ മൈനസ്, അതായത് ഫുൾ ആയിട്ട് കുറച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കളർ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ലെയർ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, അതായത് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലെയർ തന്നെ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വന്ന ശേഷം നമുക്കിവിടെ പ്രൊസീജിയർ ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ഹെക്സഗൺ അറേ എന്ന് പറഞ്ഞ ആ ഒരു എഫക്റ്റാണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇതേപോലെ ഫുൾ ആയിട്ട് കുറച്ച് കൊടുക്കും, നമുക്ക് ഈ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റ് കിട്ടും. സോ ഇതേപോലെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ ഇതാക്കാനൊക്കെ പറ്റും. ഞാനിത് ഫുൾ ആയിട്ട് കുറച്ച് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഇവിടെ ബ്ലെൻഡിങ്, അതായത് കളറിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദെൻ ബ്ലെൻഡിങ് മോഡിലേക്കാണ് ഞാൻ വരുന്നത്. ദെൻ പഞ്ച് ഔട്ട് എന്നുള്ളത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബ്ലാക്കിൽ വരും. ഓക്കെ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് പല രീതിക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രൊസീജിയറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ട്രിപ്സ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഇനി ആ ഒരു എഫക്റ്റും കൂടെ യൂസ് ചെയ്തിട്ട് വേറൊരു കവർ ഇമേജ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അധികമായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടെക്സ്റ്റാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറേ അധികം ഓവർലേസും കാര്യങ്ങളും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആഡ് ചെയ്യുക. കുറേ അധികം ഓവർലേസ് ഞാൻ ഓൾറെഡി എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ചെക്കൗട്ട് ചെയ്തൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ടെക്സ്റ്റിലേക്ക് വന്ന ശേഷം നമ്മൾ ടെക്സ്റ്റാണ് അടുത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനോ ആണ്, മീൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനോ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. സോ ഫോണ്ട് വന്ന് ഇത് ഈ ഒരു ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ലൈൻ ആക്കി കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കളർ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് സൈസും കാര്യങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എവിടെയാണോ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയായിട്ട് ഇതേപോലെ വന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് കാണുന്നുണ്ടാവില്ല. സോ ആ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് ഷാഡോ എനേബിൾ ചെയ്യുക, അതിൻ്റെ സൈസും കാര്യങ്ങളും ഇതേപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു വാല്യൂ നിങ്ങൾ നോക്കണ്ട, കാരണം ചില സമയം നിങ്ങളുടെ വീഡിയോയിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോ ആണ്. ഇപ്പം ഇത് ഓൾറെഡി ഒരു എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കളറിങ്ങും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് ടെക്സ്റ്റ് ഇതിൽ കാണാത്തത്. സോ നിങ്ങളൊരു ഡാർക്ക് ആയിട്ടുള്ള കളറിങ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ഷാഡോയുടെ വാല്യൂയും കാര്യങ്ങളും ഈ ഒരു വാല്യൂ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ വാല്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. സോ ഗ്ലോ ഞാൻ ഓൾറെഡി പല വീഡിയോസിലായിട്ട് പല രീതിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ പുതിയതായിട്ടൊരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇവിടെ വരാം, അതായത് ഡ്രോയിങ് ആൻഡ് എഡ്ജസിൽ വന്നാൽ എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സ്മൂത്തിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് ഇതേപോലെ ഫുൾ ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റിന് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ സാധിക്കും. കണ്ടില്ല, ഇപ്പം ജസ്റ്റ് ആ ഒരു സ്മൂത്തിങ് എന്നുള്ളത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്ലർ വന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുക, ഒരു 0.3 നമ്മൾ കറക്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമ്മളിനി വേറെ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇതിൽ വേറെയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഏതെങ്കിലും ഗ്ലോസോ മീൻസ് ഗ്ലോ എഫക്റ്റ് ഓൾറെഡി ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കാം. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ആഡ് എഫക്ട്സിൽ വരാം. ഡ്രോയിങ് ആൻഡ് എഡ്ജസിൽ ഒന്നുകൂടെ വന്ന ശേഷം നമ്മൾ ഗ്ലോ എഫക്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്യുക. എഡ്ജ് ഗ്ലോ അല്ല, വെറും ഗ്ലോ എഫക്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഇതിലും വന്ന് നമുക്ക് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ കളർ വന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വൈറ്റ് ആക്കി കൊടുക്കുക. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ വന്നാൽ റേഡിയസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് വന്ന് നമ്മളൊരു 170 അല്ലെങ്കിൽ 180 ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ആൽഫ എന്നുള്ളത് ഉണ്ടാവും. ആൽഫ വന്ന് നമ്മളൊരു അധികം ബോറാവാത്ത രീതിയിൽ ഒരു 20 to 50 ആ റേഞ്ചിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് ഹാർഡ്നെസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ 0.50 ഉണ്ടാവും, അത് നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക, ഒരു 0.01 ആ റേഞ്ചിൽ മാത്രമേ നമ്മൾ ഹാർഡ്നെസ് ആഡ് ചെയ്യേണ്ടതുള്ളൂ. സോ ഇതാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ കൊടുക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഗ്ലോയും എഫക്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൊണാൾഡോ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക.
ഓക്കെ, ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമ്മൾ എഡിറ്റ് ടെക്സ്റ്റിൽ വന്നിട്ട് നമ്മൾ റൊണാൾഡോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റൊണാൾഡോ എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഫോണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോണ്ടാണ്, ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈലുള്ള ഒരു ഫോണ്ടാണ്. സോ ഒരു ഫോണ്ട് നിങ്ങൾക്ക് ഡാഫോണ്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് വന്ന് ഓൾറെഡി ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിലും ടെലഗ്രാമിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ എൻ്റെ ലിങ്കും വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതിന്റെ കളർ വന്ന ഒരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, റൊണാൾഡോ എന്നുള്ള അതിന്റെ കളർ വന്ന് യെല്ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ സൈസ് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, സോ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ചെറുതാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെയായിട്ട് വന്നിട്ട് സെറ്റ് ചെയ്യുക. മീൻസ് അധികം ബോറാവാത്ത രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു രീതിക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോൾ വന്നിട്ട് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനും വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷാഡോ എന്നുള്ള ഒരു എഫക്റ്റ് ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ വാല്യൂസും കാര്യങ്ങളും അതേപോലെ XY പൊസിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു നമ്മൾ എന്ത് ചെയ്യുക, കവർ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെ സേവ് ചെയ്യില്ലെന്ന് കുറെ ആൾക്കാർക്ക് ഇപ്പോൾ അറിയില്ല. അതിനോട് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോർമലി എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കറണ്ട് ഫ്രെയിം ആസ് PNG എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ അത് ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ആയിട്ടല്ല, ഇമേജ് ആയിട്ട് തന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലേക്ക് ഈ ഒരു ഇമേജ് വരും. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും CCസോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് റൂം പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് കളർ കറക്ഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.